നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഒരു ചിക്കൻ കറി കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണിത്. നമ്മൾ ഈ ചിക്കൻ കറി ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത് മാഗി ക്രീമി കോക്കനട്ട് മിൽക്ക് പൗഡർ വെച്ചിട്ടാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ കറി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടുന്ന ചിക്കനാണ്. ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ചിക്കൻ ചെറിയ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ എരിവനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മസാലയൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ വേണം നമ്മളിങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം നമ്മൾ ചിക്കൻ കറി തയ്യാറാക്കുകയാണെങ്കിൽ നമ്മുടെ ചിക്കൻ കറിക്ക് വളരെ ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മളിതിവിടെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ആ സമയത്ത് തന്നെ നമുക്കിതിന് വേണ്ടുന്ന ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് തേങ്ങാപ്പാലാണ്. നമ്മളിവിടെ തേങ്ങാപ്പാൽ തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് മാഗി ക്രീമി കോക്കനട്ട് മിൽക്ക് പൗഡർ വെച്ചിട്ടാണ്. ഈ മാഗി ക്രീമി കോക്കനട്ട് മിൽക്ക് പൗഡർ വെച്ചിട്ട് ജസ്റ്റ് 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നല്ല ക്രീമി ആയിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്ക് തയ്യാറാക്കിയെടുക്കാം. നമ്മൾ സാധാരണ തേങ്ങ ചിരക്കി മിക്സിയിൽ അടിച്ച് അത് പിഴിഞ്ഞൊക്കെ എടുക്കുമ്പോൾ മിനിമം ഒരു 20 മിനിറ്റ്സ് എങ്കിലും എടുക്കും. ഇവിടെ നമുക്ക് ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നല്ല തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡറിലേക്ക് 1 കപ്പ് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1 കപ്പ് എന്ന് പറഞ്ഞാൽ അത് 150 ml കപ്പിനാണ്. അങ്ങനെ നമുക്ക് തിക്കായിട്ടുള്ള പാല് തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് തിന്നായിട്ടുള്ള പാല് തയ്യാറാക്കിയെടുക്കാൻ 1 ടേബിൾ സ്പൂൺ പൊടിയിലേക്ക് 1 കപ്പ് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പം നമ്മളിവിടെ തിക്കായിട്ടുള്ള പാലും തിന്നായിട്ടുള്ള പാലും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ കറി ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് നമ്മളിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഞാനിപ്പോൾ ഒരു 4 മീഡിയം സൈസ് സവാള ഇതുപോലെ നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഈ ഉള്ളി ഒന്ന് സോഫ്റ്റായി വരുന്ന വരെ വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാൻ. ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്തത് കൊണ്ട് തന്നെ ഉള്ളി നമുക്ക് പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ഉണ്ടെങ്കിൽ അതും നമുക്ക് കുറച്ച് ഇട്ട് കൊടുത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. തീ ഒന്ന് കുറച്ച് വെച്ച് തന്നെ വേണം നമ്മൾ ഇളക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ ഉള്ളിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും. അതുകൊണ്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഉള്ളി ഇവിടെ ചെറിയൊരു ഗോൾഡൻ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയുടെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് വേണ്ടുന്ന ബാക്കി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഈ പൊടിയുടെ പച്ചമണം ഒന്ന് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. തീ ഒന്ന് കുറച്ച് വെച്ച് തന്നെ വേണം നമ്മൾ ഇളക്കി കൊടുക്കാൻ. ഗരം മസാലയ്ക്ക് പകരം നമുക്ക് മീറ്റ് മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇപ്പോൾ ഈ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടി ചേർത്ത് കൊടുത്ത് ഇത് ഇളക്കി കൊടുത്ത് ഇത് അടച്ചു വെച്ച് തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടയുന്നവരെ നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നമ്മൾ ഇങ്ങനെ അടച്ചു വെച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഞാനിപ്പോൾ ഇതിവിടെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തക്കാളിയൊക്കെ വെന്തുടഞ്ഞ് നല്ല പേസ്റ്റ് പരുവായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളിവിടെ മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ ഇതിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു സമയത്ത് തീ ഒന്ന് കൂട്ടി വെച്ചൊന്ന് ഇളക്കി കൊടുത്താൽ മതി. തീ ഒന്ന് കൂട്ടി വെച്ച് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ഈ ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ ചെറുതായിട്ട് ഇറങ്ങി വരും. അപ്പോൾ ഒരു അല്പസമയം നമ്മൾ തീ ഒന്ന് കൂട്ടി വെച്ച് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയം നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തിന്നായിട്ടുള്ള ആ കോക്കനട്ട് മിൽക്ക് കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കോക്കനട്ട് മിൽക്ക് കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മാഗി ക്രീമി കോക്കനട്ട് മിൽക്ക് പൗഡറിന് നല്ല ടേസ്റ്റാണ്. നമ്മൾ കരുതും സാധാരണ നമ്മൾ തേങ്ങ ചിരക്കി തേങ്ങാപ്പാൽ എടുക്കുന്നതിൻ്റെ അത്രയും ടേസ്റ്റ് ഇതിന് കിട്ടില്ലെന്ന്. പക്ഷേ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഇതിന് നല്ല ടേസ്റ്റാണ്. ഇപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ അടച്ചു വെച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മളിവിടെ മാഗി ക്രീമി കോക്കനട്ട് മിൽക്ക് പൗഡർ വെച്ച് തയ്യാറാക്കിയിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്ക് നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്ക് ഒഴിച്ചതിന് ശേഷം ഇനി നമ്മളിത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് ചൂടാക്കിയാൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് മല്ലിയില ഉണ്ടെങ്കിൽ അത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം.
മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളിനി തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി. അങ്ങനെ നമ്മുടെ മാഗി ക്രീമി കോക്കനട്ട് മിൽക്ക് പൗഡർ വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള വളരെ ടേസ്റ്റിയുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. ഞാനിപ്പോൾ ഇതിവിടെ ചോറിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. നമുക്ക് അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഫ്രഷ് തേങ്ങാപ്പാൽ വെച്ച് ചെയ്തെടുക്കുന്ന അതേ കറിയുടെ ടേസ്റ്റാണ് മാഗി ക്രീമി കോക്കനട്ട് മിൽക്ക് പൗഡർ വെച്ച് ചെയ്തെടുക്കുന്ന കറിക്കും. അപ്പോൾ നിങ്ങൾ ഇതുവരെ മാഗി ക്രീമി കോക്കനട്ട് മിൽക്ക് പൗഡർ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ അടുത്തുള്ള എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ്.